മധ്യവേനലവധിയിൽ കപ്പലണ്ടി വിറ്റ് കിട്ടിയിരുന്ന കാശുകൊണ്ട് തനിക്കും പെങ്ങൾക്കും പുസ്തകം വാങ്ങിയിരുന്നതായി കോട്ടപ്പുറം രൂപത ബിഷപ്പ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളേക്ക് വേണ്ടി സമ്പാദിക്കാം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ മിഠായി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടിയായിരുന്നു താനെന്നും മിഠായി വാങ്ങാൻ ലഭിക്കുന്ന നാണയത്തുട്ടുകൾ കുടുക്കയിൽ ശേഖരിച്ചു വയ്ക്കുന്ന ശീലമുണ്ടായിരുന്നതായും കോട്ടപ്പുറം രൂപത ബിഷപ്പ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൊഫസർ KV തോമസ് വിദ്യാധന ട്രസ്റ്റ് നടപ്പിലാക്കുന്ന നല്ല നാളേക്ക് വേണ്ടി സമ്പാദിക്കാം എന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ട കുടുക്ക വിതരണ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തവെയാണ് ഇക്കാര്യം പറഞ്ഞത്. മധ്യവേനലവധിയിൽ കപ്പലണ്ടി വിറ്റ് കിട്ടുന്ന തുക ഉപയോഗിച്ച് തനിക്കും പെങ്ങൾക്കും പുസ്തകം വാങ്ങിയിരുന്നതായും അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. നിങ്ങൾ ഭാവിയിൽ വലിയ വലിയ വ്യക്തികളായി തീരാനുള്ളവരാണ്. ഇന്നത്തെ ഈ പ്രോജക്റ്റില് ഞാൻ മനസ്സിലാക്കിയത് അടുത്തോളം സേവിങ് പ്രോഗ്രാമാണ്. എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടതെന്ന്, ഇത് സാമ്പത്തികമായ ഒരു സേവിങ്ങിന്റെ കാര്യമാണ്. നമുക്ക് സാമ്പത്തികമായിട്ട് സേവ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ മിഠായി കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ മിഠായി വാങ്ങിച്ചിട്ടില്ല എന്നല്ല, മിഠായിക്ക് വേണ്ടി ആരെങ്കിലും കാശ് തന്നാൽ ആ കാശ് ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. സൂക്ഷിച്ചിങ്ങനെ അന്ന് 10 പൈസയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. 2ന്റെയും 1ന്റെയും ഒക്കെ നാണയം ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരു 10 പൈസ കിട്ടിയാൽ അത് ഞാനെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. അന്ന് സാറ് പറഞ്ഞ പോലെ കുടുക്കിയായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് അവസാനം ആകുമ്പോഴേക്കും, സ്കൂൾ തുറക്കാറാകുമ്പോഴേക്കും സ്കൂളിലേക്ക് പുസ്തകം വാങ്ങുവാൻ വേണ്ടി അത് ഉപയോഗിക്കുമായിരുന്നു. അതാണ് ആദ്യത്തെ എൻ്റെ സമ്പാദ്യശീലം ഞാൻ തുടങ്ങിയത്. രണ്ടാമതായിട്ട് ഞാൻ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ 20 രൂപ ഞാൻ കടം വാങ്ങുമായിരുന്നു. 20 രൂപ കടം വാങ്ങിയിട്ട് 2 മാസത്തെ അവധിക്കാലത്ത് കപ്പലണ്ടി വിറ്റിട്ട് ആ 2 മാസം അതിൻ്റെ ലാഭത്തിൽ നിന്നും ആദ്യം തന്നെ മുതൽ കൊടുക്കണ്ട, തിരിച്ച് 20 രൂപ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള കാശ് കൊണ്ട് എനിക്കും എൻ്റെ പെങ്ങൾക്കും ഞാൻ പുസ്തകം വാങ്ങുമായിരുന്നു. സമ്പാദ്യശീലം അന്ന് തന്നെ ഞാൻ ആരംഭിച്ചത് കൊണ്ടായിരിക്കാം എന്നെക്കുറിച്ച് ചിലർ പറഞ്ഞിരിക്കുന്നത് പിഷ്കിൻ എന്നാണ്. പക്ഷെ അതിൽ കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ പറയുന്നത് യു ആർ എ മാൻ ഓഫ് എക്കണോമിക് മാൻ. സാറ് പ്രൊഫസർ സാറ് വീണ്ടും പറയുവായിരിക്കും അതിനെക്കുറിച്ച്. ഒരാൾ എക്കണോമിക് ആണെന്ന് പറഞ്ഞാൽ ആവശ്യം അനുസരിച്ച് അത് ഉപയോഗിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവളാണ് എക്കണോമിക് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യു ഹാവ് ടു ബി എക്കണോമിക്. പിശുക്കനാണെന്ന് ആരും പറയണ്ട. ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഇതിനോടൊപ്പം എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഭാവി മക്കളോട് പറയാനുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും മറ്റുമൊക്കെ ഇനി വരുന്ന ഭാവി തലമുറകൾക്ക് അറിയാം, നമ്മൾ ഈ ബാറ്ററിയൊക്കെ ഒരുപാട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വേസ്റ്റായി തീർന്ന് നമ്മുടെ ഭാവി തലമുറയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. എന്ത് കാര്യം ഉപയോഗിക്കുമ്പോൾ എനിക്കിത് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ശക്തമായ ധീരരായ പൗരന്മാരായി ഭാരതത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കും.